മുകളിലെത്തി കുഴിനെ പോലെ. അപ്പോൾ ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഉണക്കമീൻ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ചാളയാണ് കേട്ടോ കിട്ടിയത്. വാഴയ്ക്ക് ഇട്ടാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ളതെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഇനി അരപ്പ് വേണം. തേങ്ങ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് പുളി. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. നമ്മൾ ഇന്ന് വാങ്ങിയ ചട്ടിയാണ് കേട്ടോ. രണ്ടും 250 രൂപ തന്നെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. പുതിയ ചട്ടി ഒന്ന് മയപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചെറിയ തീ മതി കേട്ടോ, ഒരുപാട് തീ വേണ്ട. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് പഴങ്കഞ്ഞി കുടിക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്തു, അതിൽ പഴങ്കഞ്ഞി ഒഴിച്ചു. അതിനുശേഷം നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുത്തു, നാരങ്ങ അച്ചാറിട്ടു. അതിനുശേഷം കറികളായിട്ടുള്ളത് പൊരിച്ച മീനും ഇന്ന് വെച്ച് ഉണക്കമീൻ കറിയുമാണ് കേട്ടോ. ഇതെല്ലാം കൂട്ടി പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞന്മാർ പുറത്ത് ഭയങ്കര കരച്ചിൽ. അങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അവർക്ക് നല്ല വിശപ്പായം തോന്നുന്നു. കാരണം സാധാരണ അവർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ഫുഡ് കഴിക്കുന്നത്. ഇന്ന് അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അവർ നേരെ ഇങ്ങ് വന്നു. അപ്പോൾ ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുത്തു. അവർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.